അങ്ങനെ ഗൂഗിൾ ഇവന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഗൂഗിൾ ഇവന്റിൽ സംഭവിച്ചത്. ഏറ്റവും ആദ്യം പിക്സൽ 7ഉം 7 പ്രോയും കുറിച്ച് പറഞ്ഞു. പിക്സൽ 7 മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ക്യാമറ ബാർ അലുമിനിയം ആണ്. 3 ഡിഫറെന്റ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6.3 ഇഞ്ചിന്റെ 90 ഹെർട്സിന്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും 25% ബ്രൈറ്റർ ആണ് എന്നും പറഞ്ഞു. ഒരു ദിവസം മുഴുവനും ബാറ്ററി ബാക്കപ്പ് നിൽക്കുമെന്ന് പറഞ്ഞു. 4355 മില്ലി ആംപിയറിന്റെ ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. ഒരു പ്രൈമറി ക്യാമറയും ഒരു അൾട്രാ വൈഡും. ഫ്രണ്ടിൽ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അൾട്രാ വൈഡ് ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വലിയ സെൻസറാണ്. സോ ലോ ലൈറ്റിൽ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റും എന്ന് പറയുന്നു. മറിച്ച് 7 പ്രോയുടെ കാര്യം നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വലിയ ഫോണാണ്. ബാക്ക് സൈഡിൽ പോളിഷ്ഡ് അലുമിനിയം ആണ് ആ ഒരു ക്യാമറ ബാറിൽ വരുന്നത്. 6.7 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതും കഴിഞ്ഞ കൊല്ലത്തെക്കാളും 25% ബ്രൈറ്റർ ആണ് എന്ന് പറയുന്നു. ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, പ്രൈമറി, അൾട്രാ വൈഡ്, കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടെലിഫോട്ടോ ക്യാമറയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ വെച്ച് ഫേസ് അൺലോക്ക് കുറച്ചുകൂടെ സെക്യൂർ ആക്കാനായിട്ട് അഡ്വാൻസ് മെഷീൻ ലേണിംഗ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്രാവശ്യം പിക്സൽ 7ലും 7 പ്രോയിലും. ഏതായാലും മെഷീൻ ലേണിംഗിനെ സഹായിക്കുന്നത് ഇതിനകത്തുള്ള ടെൻസർ G2 ചിപ്പാണ്. ഏറ്റവും പുതിയ ടെൻസറിനെ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് ഒക്കെ അടിപൊളിയാക്കിയിട്ടുള്ള ചിപ്പാണ് എന്ന് പറയുന്നു. എന്തായാലും ഇപ്രാവശ്യം ഒരു ഗൂഗിൾ അസിസ്റ്റന്റിൽ കുറേ അധികം കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കുവാണെങ്കിൽ ഏത് ഇമോജി അയക്കണം എന്ന് സജസ്റ്റ് ചെയ്യും. ആരെങ്കിലും വോയിസ് മെസ്സേജ് അയക്കുവാണെങ്കിൽ അത് എന്താണ് എന്നുള്ളത് വാക്കുകളിൽ എഴുതി കാണിക്കും. ഇത് മെസ്സേജസ് ആപ്പിനകത്ത് മാത്രമാണ്. പിന്നെ പിക്സൽ ഫോണുകളുടെ മാത്രമായിട്ട് ഒരു പിക്സൽ കോൾ അസിസ്റ്റ് എന്ന് പറഞ്ഞ പുതിയ പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. കോള് കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാൻ, ഏത് കോൾ എടുക്കണം ഏത് കോൾ എടുക്കണ്ട എന്നുള്ള പരിപാടികളൊക്കെ. അതേപോലെ ചിലപ്പോഴൊക്കെ നമ്മൾ കോൾ വിളിക്കുന്ന സമയത്ത് ഇതിനായി 1 അമർത്തുക, ഇതിനായി 2 അമർത്തുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ടെക്സ്റ്റ് രൂപത്തിൽ കാണിക്കുമെന്നും അത് മുഴുവനും കേട്ടിരിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കണ്ട് 1, 2, 3 അമർത്താൻ പറ്റുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ വർഷം അവസാനത്തോടു കൂടി അവർ ക്ലിയർ കോളിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടിയും കൂടെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു. കോളുകൾ കുറച്ചുകൂടി ക്രിസ്പായിട്ട് കേൾക്കാനുള്ള രീതിക്ക് ആക്കുന്ന ആംബിയൻ നോയ്സ് ഒക്കെ കുറയ്ക്കുന്ന ഒരു പരിപാടി. ആൻഡ് ഇപ്രാവശ്യം ക്യാമറയിൽ അവർ ആക്സസിബിലിറ്റിയിലും കൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കണ്ണ് കാണാത്തവർക്ക് സെൽഫി എടുക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഗൈഡഡ് ഫ്രെയിം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഏകദേശം Move your phone slightly left and down. Move your phone slightly right and up. Ready for selfie. 3, 2, 1. Photo taken. One face. ഇതേപോലെ ശബ്ദത്തോട് കൂടിയിട്ട് നേരെയാണോ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ അതേപോലെ നമ്മൾക്കറിയാം പിക്സൽ ക്യാമറകൾ ഒന്നാമത് നല്ല ഫോട്ടോസാണ് എടുക്കാറ്. അതേപോലെ ഒരു റിയൽ ടോൺ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൂടി, അല്ലെങ്കിൽ ഒരു ഓൾറെഡി ഉള്ള ഫീച്ചറാണ് അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ആക്ച്വൽ നമ്മുടെ സ്കിൻ ടോൺ എന്താണോ അത് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു അൽഗോരിതം. വേറൊരു സംഭവം പിക്സൽ ക്ലെയിം ചെയ്യുന്ന പിക്സൽ ഫോണുകളുടെ ഫോട്ടോസ് എടുക്കുമ്പോൾ അത് എപ്പോഴും ബ്ലർ ഇല്ലാതെ തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നാണ്. കാരണം അവർ പറയുന്നത് ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവർ മെയിൻ ക്യാമറയിലും അൾട്രാ വൈഡിലും ഒരേ സമയം എടുത്തിട്ട് അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ടെൻസർ ചിപ്സെറ്റിനകത്തുള്ള ഒരു മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ബ്ലർ മാറ്റി എന്താണ് ബ്ലർ ഫ്രീ അല്ലെങ്കിൽ ക്ലിയർ ബ്ലർ എന്നുള്ളൊരു രീതിക്ക് ബ്ലർ ഇല്ലാത്ത ഫോട്ടോ ആയിട്ട് കൊണ്ടുവരും എന്നും പറഞ്ഞു. പിന്നെ ഐഫോൺ 14 പ്രോ സീരീസിൽ നമ്മൾ കണ്ട ആക്ഷൻ മോഡ് അത് ഇവർ ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് ആക്റ്റീവ് സ്റ്റെബിലൈസേഷൻ എന്നുള്ള പേരിലാണ്. ഏറെക്കുറെ ഒരു പരിപാടി തന്നെയാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സ്റ്റെബിലൈസേഷൻ ചെയ്യുക എന്നുള്ളത്. അതിലുപരി പിക്സൽ ഫോണുകളെ കുറച്ചുകൂടെ സെക്യൂർ ആക്കാനായിട്ട് ടൈറ്റൻ M2 ചിപ്സെറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഒരു കേർണൽ ലെവലിൽ ഒരു ചിപ്സെറ്റ് സെക്യൂരിറ്റിയും കൂടി. പിക്സൽ 7ഉം 7 പ്രോയും പ്രീ ഓർഡർ ചെയ്യാനായിട്ട് ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ടായി. പ്രീ ഓർഡർ പ്രൈസ് ഓഫറൊക്കെ കഴിഞ്ഞ് ഏകദേശം 69,999 പിക്സൽ 7 പ്രോയ്ക്കും 49,999 പിക്സൽ 7നുമാണ്. HDFCയുടെ കാർഡും അതേപോലെ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത്. എന്തായാലും പ്രീ ഓർഡറൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി 13th അടുത്ത സ്റ്റോക്ക് വരും, അല്ലെങ്കിൽ ജനറൽ പബ്ലിക് സെയിലിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞു. പിന്നെ ലോഞ്ച് ചെയ്തത് നമ്മുടെ പിക്സൽ വാച്ച്. റൗണ്ട് ഷേപ്പിലുള്ള സ്മാർട്ട് വാച്ച് ആണ്. വളരെ തടിയനായിട്ടുള്ള ബെസലുണ്ട്. ക്യാമറയുടെ ലെൻസ് ഫിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിൽ സ്ട്രാപ്സും ഫിറ്റ് ചെയ്യുന്നത്. ഏറെക്കുറെ സ്മാർട്ട് വാച്ചിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ ഗൂഗിളിന്റെ വാച്ച് ആയതുകൊണ്ട് ഗൂഗിൾ ആപ്ലിക്കേഷനുമായിട്ട് കൂടുതൽ ഇന്റഗ്രേഷൻ ഉണ്ട്. ഇപ്പോൾ ഗൂഗിൾ ഹോം ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് AC കൺട്രോൾ ചെയ്യണം, ലൈറ്റ്സ് കൺട്രോൾ ചെയ്യണം, അതൊക്കെ വാച്ചിൽ നിന്ന് ചെയ്യാൻ. അതേപോലെ യൂട്യൂബ് മ്യൂസിക് ഡയറക്റ്റ് വാച്ചിൽ നിന്ന് പ്ലേ ചെയ്യാൻ. ഗൂഗിൾ ഫോട്ടോസിനകത്തുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് വാച്ചിലെ വാച്ച് ഫേസ് ആയിട്ട് വെക്കാം. ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഇതിനകത്ത് വരും. പിന്നെ NFC സപ്പോർട്ട്, ഗൂഗിൾ വാളറ്റിന്റെ ആ ഒരു സപ്പോർട്ട്. ആൻഡ് GPS ഉള്ളതുകൊണ്ട് തന്നെ വാച്ചിനകത്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ചെയ്യാം. ആൻഡ് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് ഗൂഗിൾ അസിസ്റ്റന്റും ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം അവർ വെയർവോയ്സും ഫിറ്റ്ബിറ്റുമായിട്ടുള്ള ഒരു കൊളാബറേഷനിൽ പുതിയൊരു പരിപാടി നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ന്. സോ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചും അതിനകത്തുള്ള ചിപ്സെറ്റ് ഉപയോഗിച്ചും ഫിറ്റ്ബിറ്റിന്റെ കുറേ അൽഗോരിതം ഒക്കെ ഉപയോഗിച്ചും നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ആൻഡ് അതേപോലെ വാച്ചിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ECG എടുക്കാനായിട്ടും പറ്റും. എമർജൻസി സമയത്ത് അറിയിക്കാനായിട്ട് SOS മോഡും ഈ വർഷം അവസാനത്തോടു കൂടി നമ്മൾ താഴെ വീഴുവാണെങ്കിൽ ഫോൾ ഡിറ്റക്ഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെ എത്ര നേരം ബാറ്ററി നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സൂചനയും തന്നില്ല. ഏകദേശം $349
$100 US-ൽ ഈ ഒരു വാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫൈനലി ഇവന്റ് അവസാനിപ്പിക്കുന്ന ആ ഒരു സമയത്ത് അവർ പിക്സൽ ടാബ്ലറ്റിനെ കുറിച്ച് ചെറിയൊരു സ്നീക്ക് പീക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു പിക്സൽ ഫോണുകളുള്ള ആ ഒരു മെറ്റീരിയൽ യു ഇല്ലേ ആൻഡ്രോയിഡിന്റെ, ആ ഒരു മെറ്റീരിയൽ യു തന്നെ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഒരു ടാബ്ലറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും ഒരു നാനോ സെറാമിക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. പിക്സൽ ഫോണുകളിൽ നമുക്ക് കിട്ടാവുന്ന എന്തൊക്കെ പരിപാടികളുണ്ടോ അതൊക്കെ ഒരു ടാബ്ലറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പിക്സൽ ഫോണിൽ കാണുന്ന അതേ ടെൻസർ G2 ചിപ്സെറ്റ് തന്നെ ഒരു ടാബ്ലറ്റിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രണ്ട് ഹൈലൈറ്റ്സ് ആണ് അവർ പറഞ്ഞത്. പിന്നെ ഒരു ഇന്നോവേഷൻ എന്ന് പറയാൻ പറ്റുന്നത് ഈ ഒരു പിക്സൽ ടാബ്ലറ്റ് ചാർജ് ചെയ്യാൻ വെക്കുന്ന ചാർജിങ് ഡോക്ക് ഒരു സ്പീക്കറാണ്. നമുക്കറിയാലോ ഗൂഗിളിൻ്റെ നെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായ ഒരു സ്പീക്കറിന് മുകളിൽ ടാബ്ലറ്റ് ഒട്ടിച്ച് വെച്ച മാതിരി ആ ഒരു നെസ്റ്റ് പരിപാടി തന്നെ, പക്ഷേ ഇപ്രാവശ്യം ടാബ്ലറ്റ് ഊരി എടുക്കാൻ പറ്റുന്ന രീതിക്കാണ്. സോ നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ അതൊരു സ്പീക്കറായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഇതിന് പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ സ്പീക്കറിൽ നിന്ന് ലൗഡായിട്ട് കേൾക്കും. അല്ലാത്ത പക്ഷം നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നോർമൽ ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ചാർജിങ് പരിപാടിയും കൂടെ കൊണ്ടുവന്നു. എന്നാലും 2023 കൂടിയിട്ട് ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ആവുള്ളൂ. ആൻഡ് വേറെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. സോ ഇത്രയുമാണ് ആ ഒരു ഇവന്റിൽ നടന്നത്. എനിക്ക് പിക്സൽ 7 അത്രമാത്രം ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ 7 Pro ഇൻട്രൊഡക്ടറി പ്രൈസിന് വളരെയധികം വാല്യൂ ഫോർ മണിയാണ്. അല്ലാത്ത പക്ഷം 84,000 സംതിങ് ആണ് വരുന്നത്. എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൺ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് സ്പെക്സ് ലുക്സ് പ്രോമിസിങ്. എന്തായാലും സാധനമൊക്കെ ഇന്ത്യയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എൻ്റെ അഭിപ്രായം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ആൻഡ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും 7 Pro പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. കാരണം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പ്രീ ഓർഡർ ചടപടയെ ഇന്ന് 7 Proയ്ക്ക് ഫിനിഷ് ആയി. എന്തായാലും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.